ഹായ് വ്യൂസ്. ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ രാവിലെ റെഡി ആയി നിൽക്കുന്നത് ഞാനും അങ്കിത്തും അബിയും കൂടെ. നമുക്കിവിടെ മേളയുണ്ട്, ദീപാവലി മേള. ദീപാവലി 20-ാം തീയതി അല്ലേ? അപ്പം ഇന്ന് അവിടെ ചെറിയൊരു ഇന്ന് 15 മേളയുണ്ട്. അപ്പം ഇവർക്ക് രാവിലെ സ്കൂളുണ്ടായിരുന്നു. സ്കൂള് 9:30 വരെ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഇന്ന് പോയില്ല. അപ്പം നമ്മൾ മേളയ്ക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ മേളയ്ക്ക് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡൊക്കെ കാണുകയാണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാണാം. അപ്പം പോയിട്ട് വരാം. അപ്പോഴും നമ്മൾ മേളയ്ക്ക് പോവായതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടേ കഴിച്ചുള്ളൂ. കുറച്ച് അവല് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് നനച്ചത് മാത്രമേ കഴിച്ചുള്ളൂ. അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി ഇറങ്ങുവാണ്. എന്നിട്ട് ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് പുറത്തിറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. വണ്ടി വന്നു, പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി അങ്ങ് പോയി. അവിടെ ഒരു വലിയ ഗ്രൗണ്ടിലാണ് ഇത് മേള സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം, പിന്നെ കഴിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ആയതുകൊണ്ട് നല്ല തിരക്ക് കുറവായിരുന്നു. വൈകുന്നേരം ആ മേളയ്ക്ക് കൂടുതൽ തിരക്കാവുന്നത്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റാളുകളിലും കയറി ഇറങ്ങി ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കാൻ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആദ്യം നമ്മൾ ലൈറ്റിൻ്റെയൊക്കെ ഷോപ്പിലായിരുന്നു കയറിയത്. പിന്നെ ദീപാവലി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം 2 ലൈറ്റൊക്കെ വേണമായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ 2 ലൈറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് കുറേ നടന്നപ്പം പിന്നെ ഇപ്പുറത്ത് കുറേ ടോയ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ എന്തായാലും കയറേണ്ടി വരും, അങ്കിത്തിൻ്റെയും അബിയുടെയും കൂടെയല്ലേ പോകുന്നത്. അങ്ങനെ നമ്മൾ ടോയ് ഷോപ്പിൽ കയറി ഒരു ചെറിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ എല്ലാം കുറേ ഹോം ഡെക്കോറുകളും, പിന്നെ നമുക്ക് ലേഡീസിന് ആവശ്യമായിട്ടുള്ള മാലകളും വളകളും അങ്ങനത്തെ കുറേ സാധനങ്ങളും, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാത്തിലും അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പിന്നെ ആണെങ്കിൽ കുറേ ഹോം ഡെക്കോർ ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഉള്ളത്. പിന്നെ നമ്മുടെ ഇതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു വെറൈറ്റി സാധനം കണ്ടായിരുന്നു, ഒരു വയലിൻ്റെ ഷേപ്പിനുള്ള ഒരു കുപ്പിയും അതൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. ഇതിനൊക്കെ റേറ്റ് ചോദിച്ച് 500, 1000, 1500 അതൊക്കെയുള്ള റേറ്റ്. പിന്നെ വീണ്ടും നടന്നപ്പോൾ വീണ്ടും ടോയ് ഷോപ്പിലാണ് ചെന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്കിത്തിന് ചെറിയൊരു വണ്ടി എടുത്ത്, അവർക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കട്ടെ എന്ന് വെച്ച് എടുത്ത്. രണ്ടുപേരും 2 കാർ മാത്രമേ എടുത്തുള്ളൂ, ഒരുപാട് വിലയുള്ളതൊന്നും എടുത്തതുമില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേർക്ക് വണ്ടി വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരുടെ മുഖം ഒന്ന് തെളിഞ്ഞു വന്നത്. അങ്ങനെ അപ്പം ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ട്, പിന്നെ കഴിക്കാനും ഉണ്ട്. കഴിക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. വൈകിട്ടാണ് മേളയുടെ പരിപാടികളും കാര്യങ്ങളും, പിന്നെ ടിക്കറ്റൊക്കെ ഉണ്ട്, നറുക്കെടുപ്പും അതൊക്കെ ഉള്ളത്. അപ്പോൾ വൈകിട്ട് നമുക്ക് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ രാവിലെ വന്നിട്ട് പോകാമെന്ന് വെച്ച്. ഇത് പിന്നെ ഒരു നമ്മൾ മെഴുകുതിരിയുടെയൊക്കെ കടയായിരുന്നു, ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ ക്യാൻഡിൽ റാക്കുകളും ക്യാൻഡിൽ സ്റ്റാൻഡും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ദീപാവലി ആയതുകൊണ്ട് അവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ സ്റ്റാൻഡും അതിനകത്ത് വെക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്യാൻഡിൽസും എടുത്ത് അതൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് അടുത്ത ഷോപ്പിലോട്ട് കയറി. ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടു പോയതേ ഉള്ളൂ. വിലയൊക്കെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 840, 1200 വരെയൊക്കെയുള്ള മാലകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കണ്ടുപോയിരുന്നു. പിന്നെ ചെറിയൊരു അച്ചാറിൻ്റെയൊക്കെ സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ ഉൾപ്പെടെ ഉള്ള സ്റ്റോളും. പിന്നെ അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദിയ ഒക്കെ ഉണ്ടായിരുന്നു, ദീപാവലിക്ക് കത്തിക്കാൻ പറ്റുന്നത്. അതൊക്കെ നമുക്ക് പുറത്തായാലും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അവിടെ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ അടുത്തതൊരു ക്യാൻഡിലിൻ്റെ സ്റ്റാളിലോട്ടാണ് കയറിയത്. അവിടെ കയറിയപ്പോഴത്തേക്ക് നല്ല മണമായിരുന്നു. പലതരത്തിലുള്ള ക്യാൻഡിൽസ് പല ഷേപ്പിലും, പിന്നെ അവിടെ കുറേ ക്യാൻഡിലിൻ്റെ സ്റ്റാൻഡും, പിന്നെ ഇങ്ങനത്തെ കുറേ ലൈറ്റുകൾ ബാറ്ററി വെച്ചിട്ടുള്ളതും, നമ്മൾ പ്ലഗിൽ കുത്തി ലൈറ്റ് കത്തിക്കുന്നതും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊരെണ്ണം ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല. പിന്നെ കുറേ ആൻറ്റിക് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ
കോട്ട സാരീസ് എന്ന് ഉള്ള കുറേ സാരികളൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടിങ്ങ് പോരുന്നു. പിന്നെ നമുക്ക് പ്രിൻറ്റഡ് ബെഡ്ഷീറ്റുകളും പിന്നെ ചെറിയ ഷാള് പോലത്തതും അങ്ങനത്തെയൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അങ്കിത്തിനും അബിക്കൊന്നും ഇതൊന്നും കാണാൻ താല്പര്യമില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി പോരുമായിരുന്നു. നമ്മൾ പിന്നെ നോക്കുമല്ലോ കുറച്ചൊക്കെ. പിന്നെ ഇങ്ങനെ കൊട്ട വെയിലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. കപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ബോൾ കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്നതും ഒക്കെ. പിന്നെ നമ്മളൊരു സ്റ്റാളിൽ കയറി ചോലെ ഭട്ടൂരി കഴിച്ചു. ഒരു പ്ലേറ്റ് വാങ്ങിച്ചുള്ളൂ, അതിനകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കേക്കും ഒരു ബ്രൗണിയും ഒരു ചോക്ലേറ്റ് പേസ്ട്രിയും കൂടെ പാഴ്സലും ചെയ്തുകൊണ്ടെങ്കിൽ പോയിരുന്നു. പിന്നെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിമിനകത്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ കിഡ്സിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു. കിഡ്സിൻ്റെ ഏരിയയിൽ പിന്നെ മിക്കി മൗസിനകത്ത് തുള്ളിക്കളിക്കുന്ന മിക്കി മൗസ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് വന്ന് കയറിയപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കാറ്റൊക്കെ അഴിച്ചിട്ടേക്കുന്നു. അതിന് വൈകിട്ട് ആക്റ്റീവ് ആകത്തുള്ളായിരിക്കും. അങ്ങനെ പിന്നെ അബിക്ക് ട്രംപോളിനകത്ത് കയറണമെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് കയറി കുറേ തുള്ളി. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരാൾക്ക് 40 രൂപ. അങ്ങനെ അബി മാത്രമേ കയറിയുള്ളൂ, അവന് മറ്റേവർ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അബി പറഞ്ഞ് കുറച്ച് തുള്ളി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു കരിമീൻ ജ്യൂസിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു. പിന്നെ 2 ജ്യൂസൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന്. അവൻ ചാടിക്കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞ് വന്ന് ജ്യൂസൊക്കെ കുടിച്ച് അവസാനം അവിടെ നിന്ന് പോരുന്നു. പിന്നെ നമ്മൾ കുടയും പിടിച്ച് പതുക്കെ വണ്ടിയുടെ അടുത്തോട്ട് നടന്നപ്പോഴത്തേക്ക് സമയം 1 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഒരു സാരി വാങ്ങിച്ച്, പിങ്ക് കളർ സാരിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിങ്ക് കളർ സാരി വാങ്ങിച്ച് മെഴുകുതിരി ലൈറ്റ് വെക്കുന്ന ഒരു തൂക്കിയിടുന്ന സാധനം വാങ്ങിച്ച്, പിന്നെ അതിൻ്റെ അകത്ത് വെക്കുന്ന കുറേ മെഴുകുതിരി, 2 നമ്മുടെ ലൈറ്റ്, ദീപാവലിയുടെ 2 ലൈറ്റും. ഇതിനകത്തുനിന്നൊരു മെഴുകുതിരി എടുത്തതിനകത്ത് വെച്ചെങ്കിട്ട് ഇതിങ്ങനെ തൂക്കിയിടാം. നമുക്ക് എവിടെ തൂക്കും? ഇങ്ങനെ തൂക്കിയിടാം. ഇവിടെ തൂക്കിയിടാം. ഈ ഒരു ലൈറ്റ് വാങ്ങിച്ച്, പിന്നെ ഈ ഒരു ലൈറ്റ്. ഇതാ അങ്കിത്തിന്റെ അബിയുടെ കാർ. അങ്കിത്തിന്റെ കാറിന്റെ പേരെന്തോ? പോർഷ 911 സ്പൈഡർ. ഇതിന്റെ വണ്ടിയുടെ പേരെന്തോ? മറ്റേ മെറ്റൽ കാസ്റ്റർ എന്തോ? ഡൈക്കോസ്റ്റ്. ഇത് ഇതിന്റെ ഡിക്കിയൊക്കെ തുറക്കാൻ പറ്റും. ഡോറും തുറക്കും, ഡിക്കിയും തുറക്കും, പിന്നെ ഡോറും തുറക്കും. അങ്കിത്തിന്റെ ഡോറ് തുറക്കും. അങ്കിത്തെ ഡിക്കി തുറക്കത്തില്ല, പക്ഷെ ഡോറ് തുറക്കുന്ന എനിക്ക്. 2 പേർക്കും 2 വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി വേണമെന്ന് പറയത്തില്ലല്ലോ. ഒരു ബൗണി ഒരു ചോക്ലേറ്റ് പേസ്ട്രി വാങ്ങിച്ചുകൊണ്ടും പോരുന്നു. ഈ മെഴുകുതിരി സ്റ്റാൻഡ് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല മണമുള്ളതായിരിക്കും കത്തിക്കുമ്പോൾ. അതിനകത്ത് വെച്ചേക്കുന്നതിന് മണമുള്ളതാണെന്നാണ് പറഞ്ഞത്. ഹായ്, അപ്പോൾ നമ്മൾ മേള കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഞാനും അങ്കിട്ട് അബിയും കൂടെ തിരിച്ചു വന്നു. അപ്പം അടിപൊളിയായിരുന്നു. പക്ഷെ വെയിലത്ത് നടന്നു വരുന്നൊരു പരുവായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.